കുറെ ആൾക്കാരുണ്ട് കേട്ടോ. കുറെ ആൾക്കാരുണ്ട്. സായിപ്പും മദാമയൊക്കെ പുറകിലിരിക്കുന്നവര് വിശിഷ്ട അതിഥികളാണ് കേട്ടോ നമ്മുടെ. ഓ എന്താ ദൈവമേ. മധ്യത്തിലിരിക്കുന്ന മധ്യസ്ഥ, അറ്റത്തിരിക്കുന്ന അധ്യക്ഷ, മറ്റ് വിശിഷ്ട വ്യക്തികളെ അല്ലേടാ മോനെ. നമ്മുടെ ജംഗ്ഷൻ ഇതാ. ക്യാമറയൊക്കെ ഒന്നും ഇല്ലയോ? ക്യാമറയുടെ പ്രവർത്തനമൊക്കെ നിലച്ചെന്ന് തോന്നുന്നു. നല്ല കൊച്ചുങ്ങൾ കണ്ടോ, ഇങ്ങനെ വേണം ആമ്പിള്ളാരൊക്കെ ഉണ്ടായാൽ. കണ്ടോ അങ്ങനെ വേണം ആമ്പിള്ളാരൊക്കെ. അവരവരുടെ ഏരിയ അവരവരെ ഇറങ്ങി സേവനമാരം വൃത്തിയാക്കുന്നുണ്ട്. എങ്ങനെ വേണം വീട്. അവര് വീട് വൃത്തിയാക്കാൻ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ കാണൂലല്ലേ. അവന്മാര് നാട് നന്നാക്കുന്നവര്, അതറിയാവോ? ശ്വാസംകോട്ട സ്റ്റേഷനിൽ പോവാ. വിജനമായ വീതിയിൽ കൂടി ആളും പേരും ഇല്ലാത്ത കൊള്ളാത്ത സ്ഥലമാണ് സ്റ്റേഷൻ. ഒരു 2 വണ്ടി വന്ന സൈഡ് കൊടുക്കാൻ പാട. കുറ്റിക്കാട്ടി പോലും മുളയെ അഗാധമായ ഗർത്തങ്ങൾ റോഡിൽ. നമുക്ക് വാഴ നട്ടിട്ട് പോയാലും അപ്പൂപ്പന്റെ ഫ്രണ്ടിലല്ല, അപ്പൂപ്പന്റെ വീടിന്റെ ഫ്രണ്ടിൽ കുഴി. എല്ലാരും അവിടെ ഒളഞ്ഞൊക്കെ പോകുന്നു. എന്തൊരു കാണാൻ നോക്ക്, കാണാ. ഞങ്ങള് തുഴഞ്ഞു പോവാണ്. ഏത് ആരാ ആണോ? ആടി ഒളിഞ്ഞ് തുഴഞ്ഞ് ഞങ്ങള് പോവാണ്. സായിപ്പും മദാമ ഉറങ്ങിയോ? വിശിഷ്ട അതിഥികൾ. ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആരും ഞങ്ങളെ കൊണ്ട് വേണമെങ്കിൽ പോണമായിരുന്നു, തന്നെ അങ്ങോട്ട് നടന്ന് പോണമായിരുന്നു. ഇപ്പൊ എന്തൊരു സെറ്റപ്പോ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ അല്ലേ യോഗം. ഇത്ര പേരൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ പാവത്തുകള്. ഞങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ ഓടിപ്പാഞ്ഞൊക്കെ. വണ്ടി ഇവിടെ കൊണ്ടിടുന്നേ ഇല്ല, ഇവിടെ വണ്ടി കൊണ്ടിടും. ഇപ്പൊ അവിടുത്തെ മാമൻ ഓടി വരും. ഇപ്പം പോന്നോ പിന്നെ പോന്നോ, വൈകിട്ടേ കൊണ്ടുപോകത്തുള്ള വണ്ടി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ മാമൻ ഓടി വന്നില്ല അവിടുന്ന്. അവിടെ കാണുന്നില്ല മാമന്. ചാണലത്തോട്ടിടടാ. അല്ല നമ്മളിപ്പോഴങ്ങ് പോകത്തില്ല. മാമൻ കഴിഞ്ഞ ആഴ്ചത്തെ മാമൻ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ മാമൻ വന്നിരിക്കുന്നു. എനിക്ക് മാമനെ കാണുമ്പോൾ ചിരി വരും. പിള്ളേരുടെ അടുത്ത് ഒന്ന് ചോദിക്കുന്നു വണ്ടി എടുത്ത് പോകുന്നപ്പോഴും. ഇതാണ് ശാസ്താംകോട്ട. ഞാനിനി എന്നാ ഇതുപോലെ പോകണം. നമുക്ക് 2 പേർ കൂടെ പോകാം. ഇവരെ പറഞ്ഞിട്ട് പുറേ വരുന്ന വണ്ടിക്ക് നമുക്ക് പോകാം. താമസിക്കുകയാണെങ്കിൽ
ഭയങ്കര ഇതാന്ന് തോന്നുന്നു. ഇന്ന് ഒത്തിരി സാധനങ്ങളുണ്ട് ബാഗിനകത്ത്. ഒരാൾ വരുന്നേ. പോവാന്നോ അതോ വരുവാന്നോ? ഞങ്ങൾ കുടയും പിടിച്ചാൽ നടക്കുന്നത്. ഞങ്ങൾക്ക് വെയിൽ കൊള്ളാൻ വയ്യ. ഞങ്ങൾ രണ്ടുപേർക്കും നമ്മളിവിടെ ചുമ്മാ എന്തിനാ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത്? ആവുന്നില്ല. കുട കൊണ്ടുവന്നത് കാര്യം എന്തോ വെയില. എന്തെങ്കിലുമൊക്കെ പറക്കി കഴിക്കണം കേട്ടോ. അമ്മച്ചിയെ അതിൻ്റെ മേളിൽ കയറാൻ വലിഞ്ഞു പിടിച്ച് കയറാനാണ് പാടി. അയ്യ, എന്താ കയറുന്നില്ലയോ? എനിക്കിത് മടി ഇങ്ങോട്ട് വരാൻ. ഇത് മാത്രമാണ് ഈ മടി. എല്ലാവരും ഓടി ഇങ്ങോട്ട് കയറും. നമുക്ക് കയറാനാണ് പാട്. വന്ന് കുറേ നേരം ഇതല്ലായിരിക്കുമല്ലോ. ഇതല്ലായിരിക്കും. സമയമായില്ലല്ലോ. സ്റ്റോപ്പില്ല ഇവിടെ. ഇതിന് സ്റ്റോപ്പില്ല. ഇവിടെ ലൈനടി നടക്കുന്നുണ്ടോ? അവർ രണ്ടും കൂടെ അവിടെ. അവർ രണ്ടും കൂടെ ലൈനടി ആണോ? ഒരു വന്നിട്ട് കൊട സൂക്ഷിച്ചാണോ കൊട കേട്ടോ? കഴിക്കണം. ബ്ലഷാരമില്ല. കഴിക്കണേ കേട്ടോ. സീറ്റ് നോക്ക്. എവിടെ? ഫ്രണ്ടിൽ പോയോ? എങ്ങോട്ട് പോയി? ഇപ്പുറത്ത് വന്നോ? അവര് മുന്നേ പോയെന്ന് തോന്നുന്നു. ഇതേ പോന്നു. സ്ഥലം കിട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു.
കിട്ടിയില്ല സ്ഥലം. മാറി നിൽക്കണം കേട്ടോ മോനെ, മാറി നിൽക്കണേ. ആമി മുന്നേ പോ, മാറി നിൽക്ക. മുന്നേ പോവാന്നോ? കുറച്ചാണോ തോന്നിട്ട് സ്ഥലം കിട്ടി. ഞായറാഴ്ച ആയിട്ട് ഭയങ്കര തിരക്കാണ്. അത് അവന് ഉമ്മ കൊടുത്തതാ. അല്ല, അവളുടേതായിരിക്കും. മാറി നിൽക്കണേ. പിള്ളേര് പോയി കൊണ്ടാക്കാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. തിരിച്ചു പോകുമ്പോൾ സങ്കടം വരും. സ്ഥലവും കിട്ടിയില്ല, ഞങ്ങൾ രണ്ടും മാത്രം. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ബഹളമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങനെ സ്ഥലവും കിട്ടിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ പിള്ളേരും ജോലിക്കാരും ഒക്കെ അവർ കഴിഞ്ഞ് പോകുന്നത് ഭയങ്കര വെയിറ്റ് കൊണ്ടിരുന്നു. ഇങ്ങോട്ട് പോകാൻ വീട്ടിൽ ചെന്ന് പണിയൊന്നുമില്ല കേട്ടോ, എല്ലാം ചെയ്തിട്ടാണ് വന്നത്. ഇന്ന് രാവിലെ മോര് ചോറും ഒക്കെ ആക്കിയതുകൊണ്ട് ഇനിയും പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞ് 3-4 ദിവസം നിന്നിട്ട് ആകുമ്പോൾ ഒരു സങ്കടം വരും നമുക്കിന്. അവനും സങ്കടം വരും കേട്ടോ. അവനപ്പോൾ ഇങ്ങനെ നോക്കും, എൻ്റെ കണ്ണിലോട്ട് നോക്കും. ഒന്നാണ് എൻ്റെ നടുവെല്ലാം പോയി കേട്ടോ. കാഴ്ച ഇപ്പോൾ ഇങ്ങനെ ഒരു യാത്രയും കൂടെ ആകുമ്പോൾ അപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഇനി ചെല്ലുന്നത് വരെ അവന് എൻ്റെ കോളാണ് ചെല്ലുന്നത്. ചിലപ്പം കയറിച്ച് പറയും, എന്തുവാ അമ്മ ഞാൻ ഇവരുണ്ട്.